Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. ഈ കഥയിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് there was a sage who lived in a small hut near a village. വൺസ് പണ്ടൊരിക്കൽ there was a sage എന്നാൽ സിദ്ധൻ, ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. മറ്റൊരർത്ഥം സേജ് എന്നാൽ ജ്ഞാനി, ഋഷി, യോഗി, ഇതൊക്കെയാണ് അർത്ഥം. ഹു അദ്ദേഹം, ആ യോഗി, ലിവ്ഡ് ജീവിച്ചിരുന്നത് ഇൻ എ സ്മോൾ ഹട്ട് ഒരു ചെറിയ കുടിലിൽ ആയിരുന്നു. ഹട്ട് എന്നാൽ കുടിൽ. നിയർ എ വില്ലേജ് ഒരു ഗ്രാമത്തിനടുത്തുള്ള ഒരു ചെറിയ കുടിലിന് അടുത്തായിരുന്നു ആ പുരോഹിതൻ, ആ സേജ് യോഗി ജീവിച്ചിരുന്നത്. ദോ ഹി സീംഡ് കൈൻഡ് ആൻഡ് വൈസ്. ദോ എങ്കിലും ഹി സീംഡ് അദ്ദേഹത്തെ കാണപ്പെട്ടിരുന്നത് കൈൻഡ് ആൻഡ് വൈസ്. കൈൻഡ് എന്നാൽ അനുകമ്പയുള്ള, വൈസ് എന്നാൽ ബുദ്ധിമാനായ, വിവേകശാലിയും അതുപോലെ അനുകമ്പയുമുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു അദ്ദേഹത്തെ എങ്കിലും കാണപ്പെട്ടിരുന്നത്. ഹി വാസ് ആക്ച്വലി ക്വയറ്റ് കണ്ണിങ് ആൻഡ് ഗ്രീഡി. കണ്ണിങ് എന്നാൽ ഉപായമുള്ള, ചതിയനായ, കൗശലക്കാരനായ, ഇതൊക്കെയാണ് അർത്ഥം. ഹി വാസ് ആക്ച്വലി യഥാർത്ഥത്തിൽ അദ്ദേഹം ക്വയറ്റ് കണ്ണിങ് തികച്ചും വഞ്ചനയുള്ള, കൗശലക്കാരനായിരുന്നു. ആൻഡ് ഗ്രീഡി എന്നാൽ ആർത്തിയുള്ള, അത്യാഗ്രഹിയും ആയിരുന്നു അദ്ദേഹം, വഞ്ചനയുള്ള വ്യക്തിയുമായിരുന്നു. The villagers admired him and thought he was true sage. The villagers ഗ്രാമവാസികൾ, admire എന്നാൽ ആദരിക്കുക, ആരാധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. admired him അദ്ദേഹത്തെ ആദരിച്ചിരുന്നു, ഗ്രാമവാസികൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ആൻഡ് തോട്ട് അവർ കരുതുകയും ചെയ്തു. ഹി വാസ് എ ട്രൂ സേജ് അദ്ദേഹം ശരിക്കുള്ള ഒരു യോഗിയാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. They came to him for advice എന്നാൽ ഉപദേശം. They came to him അവർ ഗ്രാമവാസികൾ came to him അദ്ദേഹത്തിനടുത്തേക്ക് വന്നിരുന്നു for advice ഉപദേശം ലഭിക്കാൻ വേണ്ടി ആ യോഗിയുടെ അടുത്തേക്ക് ഗ്രാമവാസികൾ വന്നിരുന്നു. They often offered him plenty of food and money. അവർ ഗ്രാമവാസികൾ often പലപ്പോഴും, ഓഫേർഡ് എന്നാൽ ഇവിടെ നൽകിയിരുന്നു എന്നുള്ള അർത്ഥം, വാഗ്ദാനം ചെയ്തിരുന്നു, നൽകിയിരുന്നു, ഹിം അദ്ദേഹത്തിന്, പ്ലെൻറ്റി ഓഫ് ഫുഡ് സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകിയിരുന്നു. ആൻഡ് മണി പണവും അദ്ദേഹത്തിന് നൽകിയിരുന്നു. They didn't know that he was just pretending to be a sage. They didn't know that അവർ അറിഞ്ഞിരുന്നില്ല. He was just pretending to be a sage. Pretend എന്നാൽ ഭാവിക്കുക, വേഷം കാട്ടുക, അഭിനയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടു ബി എ സേജ് എന്നാൽ ഒരു യോഗിയായിട്ട് അദ്ദേഹം അഭിനയിക്കുകയാണ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. സോ ദാറ്റ് ഹി കുഡ് ഗെറ്റ് ഇനഫ് ഫുഡ് ആൻഡ് മണി ഈസിലി ആൻഡ് ദസ്. സോ ദാറ്റ് ആയതിനാൽ, ഹി കുഡ് ഗെറ്റ് ഇനഫ് ഫുഡ് അദ്ദേഹത്തിന് ധാരാളം ഭക്ഷണം ലഭിച്ചിരുന്നു. ഇനഫ് എന്നാൽ ധാരാളം, വേണ്ടത്ര എന്നൊക്കെയാണ് അർത്ഥം. ഇനഫ് ഫുഡ് വേണ്ടത്ര ധാരാളം ആയതിനാൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആൻഡ് മണി ഈസിലി ആൻഡ് ദസ് പണവും അദ്ദേഹത്തിന് നിഷ്പ്രയാസം ലഭിച്ചിരുന്നു. ദസ് ആ വിധത്തിൽ, അപ്രകാരം, അതുകൊണ്ട്. ഹി എൻജോയ് എ കംഫർട്ടബിൾ ലൈഫ് വിത്തൗട്ട് വർക്കിംഗ് ഹാർഡ്. ദസ് ആയതിനാൽ, അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട്, നിഷ്പ്രയാസം പണവും ഭക്ഷണവും അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട്, ഹി എൻജോയ് അദ്ദേഹം ആസ്വദിച്ചു. കംഫർട്ടബിൾ എന്നാൽ സുഖകരമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചിരുന്നു, അദ്ദേഹം ജീവിതം ആസ്വദിച്ചു. വിത്തൗട്ട് വർക്കിംഗ് ഹാർഡ് എന്നാൽ കഠിനമായി ജോലി ചെയ്യാതെ, കഷ്ടപ്പെടാതെ അദ്ദേഹം സുഖകരമായ ഒരു ജീവിതം ആസ്വദിച്ചിരുന്നു. ദ വില്ലേജ് ലാൻഡ് ലോഡ് എന്നാൽ ഭൂവുടമസ്ഥൻ. ദ വില്ലേജ് ലാൻഡ് ലോഡ് ആ ഗ്രാമത്തിലെ ഭൂവുടമസ്ഥൻ. ലൈക്ക് എവരിവൺ എൽസ് എല്ലാവരെയും പോലെ തന്നെ എന്നാണ് അർത്ഥം. ലൈക്ക് എവരിവൺ എൽസ് എല്ലാവരെയും പോലെ തന്നെ ആ ഗ്രാമത്തിലെ ഭൂവുടമസ്ഥനും. ഡിഡ് നോട്ട് നോ അറിഞ്ഞിരുന്നില്ല. ദ ട്രൂത്ത് അബൌട്ട് ദ സേജ് ട്രൂത്ത് എന്നാൽ സത്യം, എബൌട്ട് ദ സേജ് എന്നാൽ ആ യോഗിയെപ്പറ്റിയുള്ള സത്യം
ഗ്രാമത്തിലെ എല്ലാവരെയും പോലെ തന്നെ ആ ഭൂ ഉടമസ്ഥനും അറിഞ്ഞിരുന്നില്ല. ഇംപ്രസ്ഡ് ബൈ ഹിം, മതിപ്പു തോന്നി, അദ്ദേഹത്താൽ മതിപ്പു തോന്നി. ഹി വുഡ് ഓഫൺ, അദ്ദേഹം പലപ്പോഴും. ഇൻവൈറ്റ്, ഓഫൺ എന്നാൽ പലപ്പോഴും. ഹി വുഡ് ഓഫൺ ഇൻവൈറ്റ്, അദ്ദേഹം പലപ്പോഴും ക്ഷണിച്ചിരുന്നു. ദ സേജ്, ആ യോഗിയെ. ടു ഹിസ് ഹോം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ആൻഡ് സെർവ് ഹിം ടേസ്റ്റി മീൽസ്, ടേസ്റ്റി മീൽസ് എന്നാൽ രുചികരമായ ഭക്ഷണങ്ങൾ, അദ്ദേഹത്തിന് രുചികരമായ ഭക്ഷണങ്ങൾ നൽകിയിരുന്നു. ആ ലാൻഡ് ലോർഡും ഭൂ ഉടമസ്ഥനും അദ്ദേഹത്തെ പലപ്പോഴും വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. Once, the incidence of theft saw a sudden increase in the village. Once, ഒരിക്കൽ, the incidents, incidents എന്നാൽ സംഭവങ്ങൾ, theft എന്നാൽ മോഷണം. Once the incidence of theft, ഒരിക്കൽ മോഷണ സംഭവങ്ങൾ, സോ കണ്ടു, എ സഡൻ ഇൻക്രീസ്, അതിൽ ഒരു സഡൻ എന്നാൽ പെട്ടെന്നുള്ള, ഇൻക്രീസ് എന്നാൽ വർധനവ്, ഇൻ ദ വില്ലേജ് ഗ്രാമത്തിൽ. ഒരിക്കൽ ഗ്രാമത്തിൽ പെട്ടെന്ന് വലിയ തോതിലുള്ള ഒരു മോഷണത്തിൽ വർധനവ് കണ്ടു. അത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു. ഓൾ ദ വില്ലേജേഴ്സ് were worried about the increasing number of thefts. ഓൾ ദ വില്ലേജേഴ്സ്, എല്ലാ ഗ്രാമവാസികളും, were worried, എല്ലാ ഗ്രാമവാസികളും ദുഃഖത്തിലായി, വിഷമത്തിലായി. about the increasing number of thefts, എബൌട്ട് എന്നാൽ അതിനെപ്പറ്റി. ദ ഇൻക്രീസിങ് നമ്പർ ഓഫ് തെഫ്റ്റ്സ്, വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾ, അതിൽ അതെന്താണ്, വർദ്ധിച്ചു വരുന്നു, കൂടുതലായി കാണുന്നു. അതിൽ എല്ലാ ഗ്രാമവാസികളും വിഷമത്തിലായി. ദ ലാൻഡ് ലോർഡ് വാസ് വറീഡ് ഫോർ ഹിസ് ജ്വല്ലറി. ദ ലാൻഡ് ലോർഡ് വാസ് വറീഡ്, ആ ഭൂ ഉടമസ്ഥൻ ദുഃഖത്തിലായി, അദ്ദേഹം വിഷമത്തിലായി. ഫോർ ഹിസ് ജ്വല്ലറി, അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളെയോർത്ത് അദ്ദേഹം വിഷമത്തിലായി. സോ ഹി ടുക്ക് ഓൾ ഹിസ് ജ്വല്ലറി ആൻഡ് റീച്ച്ഡ് ദ സേജ് ഹട്ട്. സോ ആയതിനാൽ, അദ്ദേഹം വിഷമത്തിലായതിനാൽ. ഹി ടുക്ക്, അദ്ദേഹം കൊണ്ടുപോയി, എടുത്തു. ഓൾ ഹിസ് ജ്വല്ലറി, അദ്ദേഹത്തിൻ്റെ എല്ലാ ആഭരണങ്ങളും. ആൻഡ് റീച്ച്ഡ്, എന്നിട്ട് എത്തിച്ചേർന്നു. ദ സേജ് ഹട്ട്, അയോഗിയുടെ കുടിലിലേക്ക് എല്ലാ ആഭരണങ്ങളും എടുത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. സാർ, യു നോ അബൌട്ട് ദ സഡൻ ഇൻക്രീസ് ഇൻ തെഫ്റ്റ് കേസസ് ഇൻ റീസെൻറ്റ് ഡേയ്സ്. സാർ, യു നോ, നിങ്ങൾക്ക് അറിയാം. അബൌട്ട് ദ സഡൻ ഇൻക്രീസ് ഇൻ തെഫ്റ്റ് കേസസ്, വർദ്ധിച്ച തോതിലുള്ള മോഷണ സംഭവങ്ങൾ ഉള്ളത് നിങ്ങൾക്കറിയാം. ഇൻ റീസെൻറ്റ് ഡേയ്സ്, ഈ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാം. സോ ഐ ഹാവ് ടേക്കൺ മൈ ജ്വല്ലറി ടു ഹൈഡ് ഹിയർ. സോ ആയതിനാൽ, ഐ ഹാവ് ടേക്കൺ, ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൈ ജ്വല്ലറി, എൻ്റെ ആഭരണങ്ങൾ. ടു ഹൈഡ്, ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി. ഹിയർ, ഇവിടെ ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി. ആയതിനാൽ, ഞാൻ എൻ്റെ ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ എന്നാൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. The thieves will never suspect of the costly jewelry being hidden here. The thieves, കള്ളന്മാർ, will never suspect, ഒരിക്കലും സംശയിക്കുകയില്ല. of the costly jewelry, കോസ്റ്റ്ലി എന്നാൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ. being hidden here, ഇവിടെ മറയ്ക്കപ്പെട്ടത്, ഇവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് ഒരിക്കലും സംശയിക്കുകയില്ല കള്ളന്മാർ. The sage replied, യോഗി മറുപടി പറഞ്ഞു. ആസ് യു വിഷ്, ആസ് എന്നാൽ പോലെ. ആസ് യു വിഷ്, നീ ആഗ്രഹിക്കുന്ന പോലെ, നിൻ്റെ ഇഷ്ടം പോലെ. യു ക്യാൻ ഹൈഡ് ദം വേറെവർ യു ലൈക്ക്. യു ക്യാൻ ഹൈഡ്, നിനക്ക് ഒളിപ്പിച്ചു വയ്ക്കാം. ദം അവകൾ, ആ സ്വർണ്ണാഭരണങ്ങൾ. വേറെവർ യു ലൈക്ക്, നീ എവിടെയാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ എന്നുള്ള അർത്ഥം. വേറെവർ യു ലൈക്ക്, നീ എവിടെയാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ നിനക്ക് അവകൾ, സ്വർണ്ണ നാണയങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാം. Then the landlord dug a hole under a banyan tree and hid his jewelry. Then, പിന്നീട്, the landlord, ആ ഭൂവുടമസ്ഥൻ, ഡഗ്, കുഴിച്ചു. ഡിഗ് എന്നാൽ കുഴിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഡഗ്, കുഴിച്ചു. എ ഹോൾ, ഒരു കുഴി. അണ്ടർ എന്നാൽ താഴെയായിട്ട്. അണ്ടർ എ ബാനിയൻ ട്രീ, ഒരു ബാനിയൻ ട്രീയുടെ ചുവട്ടിലായിട്ട്. ആൻഡ് ഹിഡ് ഹിസ് ജ്വല്ലറി, ഹൈഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ഹിഡ്, ഒളിപ്പിച്ചു. ഹിസ് ജ്വല്ലറി, അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ. അദ്ദേഹം ആ ബാനിയൻ ട്രീക്ക് ചുവട്ടിലായിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ ഒളിപ്പിച്ചു.
ഹി ദെൻ കവേർഡ് ദ ഹോൾ പ്രോപ്പർലി. ഹി ദെൻ പിന്നീട് അദ്ദേഹം കവേർഡ് മൂടി വച്ചു ദ ഹോൾ ആ കുഴി മൂടി വച്ചു. പ്രോപ്പർലി എന്നാൽ ശരിയായി കൃത്യമായി എന്നാണ് അർത്ഥം. കൃത്യമായി അദ്ദേഹം ശരിയായിട്ട് ആ കുഴി മൂടി വച്ചു. ദ സേജ് വാസ് വാച്ചിങ് എവരിത്തിങ്. ദ സേജ് യോഗി വാസ് വാച്ചിങ് നിരീക്ഷിക്കുകയായിരുന്നു. എവരിത്തിങ് ഇതെല്ലാം ആ യോഗി നിരീക്ഷിക്കുകയായിരുന്നു. ആഫ്റ്റർ ദ ലാൻഡ് ലോഡ്സ് ഡിപ്പാർച്ചർ. ഡിപ്പാർച്ചർ എന്നാൽ അർത്ഥം യാത്ര തിരിക്കൽ എന്നാണ് അർത്ഥം. ആഫ്റ്റർ ദ ലാൻഡ് ലോഡ്സ് ഡിപ്പാർച്ചർ ആ ഭൂവുടമസ്ഥൻ അവിടുന്ന് യാത്ര തിരിച്ചതിന് ശേഷം അദ്ദേഹം അവിടുന്ന് പോയതിന് ശേഷം ഹി ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം പെട്ടെന്ന് വെൻ ടു ദ ബനിയൻ ട്രീ. വെൻ്റ് എന്നാൽ പോയി, ടു ദ ബനിയൻ ട്രീ ആ ബനിയൻ ട്രീന് അടുത്തേക്ക് ആൽമരത്തിനടുത്തേക്ക് പോയി. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന് അദ്ദേഹം പോയി. ഹി ഡഗ് ഔട്ട് ദ ജ്വല്ലറി ആൻഡ് ഹിഡ് ഇറ്റ് എൽസ്വേർ. ഹി ഡഗ് ഔട്ട്. ഡിഗ് ഔട്ട് എന്നതിൻ്റെ പാസ്റ്റാണ് ഡഗ് ഔട്ട്. ഡിഗ് ഔട്ട് എന്നാൽ കുഴിച്ച് പുറത്തെടുക്കുക എന്നാണ് അർത്ഥം. ഹി ഡഗ് ഔട്ട് അദ്ദേഹം കുഴിച്ച് പുറത്തെടുത്തു ദ ജ്വല്ലറി ആ ആഭരണങ്ങൾ അദ്ദേഹം പുറത്തെടുത്തു. ആൻഡ് ഹിഡ് ഇറ്റ് എന്നിട്ടത് ഒളിപ്പിച്ചു. എൽസ്വേർ എന്നാൽ മറ്റെവിടെയോ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഒളിപ്പിച്ചു വച്ചു ആ യോഗി. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ദ സേജ് റീച്ച്ഡ് ദ ലാൻഡ് ലോഡ്സ് ഹൗസ്. ദ സേജ് യോഗി റീച്ച്ഡ് എത്തിച്ചേർന്നു ദ ലാൻഡ് ലോഡ്സ് ഹൗസ് ആ ഭൂവുടമസ്ഥൻ്റെ വീട്ടിൽ അടുത്ത ദിവസം ആ യോഗി എത്തിച്ചേർന്നു. അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് ദ ലാൻഡ് ലോഡ് വാസ് സിറ്റിംഗ് ഇൻ ഹിസ് ലോൺ വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ദ ലാൻഡ് ലോഡ് വാസ് സിറ്റിംഗ് ആ ഭൂവുടമസ്ഥൻ ഇരിക്കുകയായിരുന്നു. ഇൻ ഹിസ് ലോൺ. ലോൺ എന്നാൽ പുൽത്തകിടി എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ പുൽത്തകിടിയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ അതാണ് അർത്ഥം. വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ ആ ലാൻഡ് ലോഡ് ഭൂവുടമസ്ഥൻ ആ സമയത്ത് ഇരിക്കുകയായിരുന്നു. ഓൺ റീച്ചിങ് ദർ ദ സേജ് സെഡ്. അവിടെ എത്തി അതിനുശേഷം യോഗി പറഞ്ഞു. സെഡ് എന്നാൽ പറഞ്ഞു. ദ സേജ് സെഡ് യോഗി പറഞ്ഞു. ഐ ആം ഗോയിങ് ഓൺ എ പിൽഗ്രിമേജ്. പിൽഗ്രിമേജ് എന്നാൽ തീർത്ഥാടനം എന്നാണ് അർത്ഥം. തീർത്ഥയാത്ര. ഞാൻ ഒരു തീർത്ഥയാത്ര നടത്താൻ പോകുകയാണ്. ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പോകുകയാണ്. വിച്ച് ഐ ഹാഡ് പ്ലാൻഡ് ലോങ് ടൈം ബാക്ക് ബട്ട് വാസിൻറ്റ് ഗെറ്റിംഗ് ടൈം. വിച്ച് അത് ആ തീർത്ഥയാത്ര ഐ ഹാഡ് പ്ലാൻഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം ബാക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഞാൻ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തീർത്ഥയാത്ര നടത്താൻ വേണ്ടി. ബട്ട് പക്ഷേ വാസിൻറ്റ് ഗെറ്റിംഗ് ടൈം പക്ഷെ സമയം ലഭിച്ചിരുന്നില്ല. നൗ ഇറ്റ് ഈസ് ടൈം ടു പുട്ട് മൈ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഇപ്പോൾ എൻ്റെ പദ്ധതി അത് പ്രവർത്തിക്കാനുള്ള സമയമാണ്, അത് ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ് മീ ടേക്ക് യുവർ ലീവ്. ലെറ്റ് മീ ടേക്ക് യുവർ ലീവ് എന്നാൽ അർത്ഥം ഗുഡ് ബൈ എന്നുള്ള അർത്ഥമാണ്. ഒരാളോട് പോകുന്ന സമയത്ത് ഗുഡ് ബൈ പറയുക അതാണ് അർത്ഥം. ലെറ്റ് മീ ടേക്ക് യുവർ ലീവ്. ദ സേജ് സെറ്റ് ഔട്ട് ഫോർ ഹിസ് പിൽഗ്രിമേജ്. ദ സേജ് യോഗി സെറ്റ് ഔട്ട് എന്നാൽ ആരംഭിച്ചു, യാത്ര തിരിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഫോർ ഹിസ് പിൽഗ്രിമേജ് അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം യാത്ര തിരിച്ചു. The landlord told his friend that he had hidden his jewelry in the sage's hut. The landlord ഭൂവുടമസ്ഥൻ told പറഞ്ഞു his friend അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ആ ഭൂവുടമസ്ഥൻ പറഞ്ഞു he had hidden അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം. his jewelry അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്ന കാര്യം ആ ഭൂവുടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. in the sage's hut ആ യോഗിയുടെ കുടിലിൽ ആ ഭൂവുടമസ്ഥൻ സ്വർണം അദ്ദേഹത്തിൻ്റെ ആഭരണം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് ഭൂവുടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഹിയറിങ് ദിസ് ദ ഫ്രണ്ട് സെഡ്. ഹിയറിങ് ദിസ് ഇത് കേട്ടതും ദ ഫ്രണ്ട് സെഡ് സുഹൃത്ത് പറഞ്ഞു. ഫ്രണ്ട് സുഹൃത്തെ. ദിസ് സേജ് ഡസ് നോട്ട് ലുക്ക് ടു ബി എൻ ഓണസ്റ്റ് പേഴ്സൺ. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധനായ. ഓണസ്റ്റ് പേഴ്സൺ സത്യസന്ധനായ വ്യക്തി. ഇവിടെ ഓണസ്റ്റ് എന്നുള്ളത് എച്ച് സൈലൻ്റ് ആയിരിക്കും. ഹോണസ്റ്റ് എന്നല്ല ഓണസ്റ്റ് എന്നാണ് പറയുക. എച്ച് സൈലൻ്റ് ആയിരിക്കും. ആ സുഹൃത്ത് ഭൂവുടമസ്ഥനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു
ഈ യോഗിയെ കണ്ടിട്ട് ഒരു നല്ല സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നുന്നില്ല. യു ഷുഡ് ഗോ ടു ദ ഹട്ട് ആൻഡ് ചെക്ക് വെദർ ദ ജ്വല്ലറി ഈസ് സേഫ് ഓർ നോട്ട്. യു ഷുഡ് ഗോ, നീ പോകണം, ടു ദ ഹട്ട്, ആ കുടിലിന് ഉള്ളിലേക്ക് നീ പോകണം, ആൻഡ് ചെക്ക്, എന്നിട്ട് പരിശോധിക്കണം, വെദർ ദ ജ്വല്ലറി ഈസ് സേഫ് ഓർ നോട്ട്, ആ സ്വർണ്ണാഭരണം അവിടെ സുരക്ഷിതമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നീ ആ കുടിലിന് ഉള്ളിലേക്ക് പോയിട്ട് നോക്കണം. വെദർ എന്നാൽ ഇവിടെ 2 ഓപ്ഷനുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നുള്ള അർത്ഥമാണ്. 2 ഓപ്ഷനുണ്ട്, അതാണ് വെദർ എന്നുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നീ ആ കുടിലിന് ഉള്ളിലേക്ക് പോയിട്ട് പരിശോധിക്കണം. ദ ലാൻഡ് ലോഡ് അഗ്രീഡ് ആൻഡ് റീച്ച്ഡ് ദ സേജ് ഹട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്. ദ ലാൻഡ് ലോഡ്, ഭൂവുടമസ്ഥൻ, അഗ്രീഡ്, സമ്മതിച്ചു, സുഹൃത്ത് പറഞ്ഞതിനോട് യോജിച്ചു, ആൻഡ് റീച്ച്ഡ്, അങ്ങനെ എത്തിച്ചേർന്നു, ദ സേജ് ഹട്ട്, ആ യോഗിയുടെ കുടിലിനുള്ളിലേക്ക് എത്തിച്ചേർന്നു, വിത്ത് ഹിസ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ആ ഭൂവുടമസ്ഥൻ ആ സേജിൻ്റെ, യോഗിയുടെ കുടിലിന് ഉള്ളിലേക്ക് എത്തിച്ചേർന്നു. ഹി ഡിഡിൻറ്റ് ഫൈൻഡ് ദ ജ്വല്ലറി വേർ ഹി ഹാഡ് ഹിഡൻ ഇറ്റ്. ഹി ഡിഡിൻറ്റ് ഫൈൻഡ്, അദ്ദേഹം കണ്ടെത്തിയില്ല, ദ ജ്വല്ലറി, സ്വർണ്ണാഭരണം അദ്ദേഹം കണ്ടെത്തിയില്ല. വേറെ എന്നാൽ ഇവിടെ എവിടെയാണോ അവിടെ എന്നുള്ള അർത്ഥമാണ്. ഹി ഹാഡ് ഹിഡൻ ഇറ്റ്, അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണോ അവിടെ അദ്ദേഹം ആ സ്വർണ്ണാഭരണം കണ്ടെത്തിയില്ല. ദ ലാൻഡ് ലോഡ് വാസ് ഡംഫൗണ്ടഡ്. ഡംഫൗണ്ട് എന്നാൽ പരിഭ്രമിക്കുക എന്നാണ് അർത്ഥം, അന്താളിക്കുക. ദ ലാൻഡ് ലോഡ് വാസ് ഡംഫൗണ്ടഡ്, ആ ഭൂവുടമസ്ഥൻ അന്താളിച്ചു, അദ്ദേഹം പരിഭ്രമിച്ചു. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഹി കുഡ് നോട്ട്, അദ്ദേഹത്തിന് സാധിച്ചില്ല, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഒന്നും മനസ്സിലായില്ല. ഫ്രണ്ട്, സുഹൃത്തെ. മൈ ജ്വല്ലറി ഈസ് നോട്ട് അറ്റ് ഇറ്റ്സ് പ്ലേസ്. എൻ്റെ സ്വർണ്ണാഭരണം അതിൻ്റെ സ്ഥലത്ത് ഇല്ല. ഐ മൈസെൽഫ് ഹാഡ് ഹിഡൻ ഇറ്റ് ഹിയർ. ഞാൻ സ്വയം തന്നെ ഇത് ഇവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഷാൾ ഐ ഡു നൗ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും. ക്രൈഡ് ദ ലാൻഡ് ലോഡ്, ആ ഭൂവുടമസ്ഥൻ കരഞ്ഞു പറഞ്ഞു. കൺസോളിങ് ഹിം, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട്. ഹിസ് ഫ്രണ്ട് സെഡ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു. പ്രോബബ്ലി, മിക്കവാറും. ദ സേജ് ഹാസ് ടേക്കൺ അവേ ദ ജ്വല്ലറി, ആ യോഗി സ്വർണ്ണാഭരണം എടുത്തിട്ടുണ്ട്. മിക്കവാറും ആ സ്വർണ്ണാഭരണം ആ യോഗി എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു. കം ആൻഡ് ലുക്ക് ഫോർ ഹിം, നമുക്ക് അദ്ദേഹത്തെ നോക്കാം, അദ്ദേഹത്തെ തിരയാം. സോ സേയിങ്, അങ്ങനെ പറഞ്ഞുകൊണ്ട്, ദേ റാൻ ടു ലുക്ക് ഫോർ ദ സേജ്. ദേ റാൻ, അവർ ഓടി, ടു ലുക്ക് ഫോർ ദ സേജ്, ആ യോഗിയെ തിരയാൻ വേണ്ടി, അദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടി. ദ സേജ് ഹാഡ് നോട്ട് ഗോൺ വെരി ഫാർ, ആ യോഗി കൂടുതൽ ദൂരം പോയിട്ടുണ്ടായിരുന്നില്ല. ദ സേജ് ഹാഡ് നോട്ട് ഗോൺ, ആ യോഗി പോയിട്ടുണ്ടായിരുന്നില്ല, വെരി ഫാർ, വളരെ ദൂരത്തേക്ക്. ദ ലാൻഡ് ലോഡ് ആൻഡ് ഹിസ് ഫ്രണ്ട് കോട്ട് ദ സേജ് ആൻഡ് ആസ്ക്ഡ്. ദ ലാൻഡ് ലോഡ് ആൻഡ് ഹിസ് ഫ്രണ്ട്, ആ ഭൂവുടമസ്ഥനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും. ക്യാച്ച് എന്നതിൻ്റെ പാസ്റ്റാണ് കോട്ട്, പിടികൂടി. ദ സേജ്, ആ യോഗിയെ പിടികൂടി. ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് പിടികൂടിയിട്ട് ചോദിച്ചു. ടെല്ലസ്, ഞങ്ങളോട് പറയുക. വേർ ഹാവ് യു ഹിഡൻ ദ ജ്വല്ലറി, നീ എവിടെയാണ് ആ ആഭരണം ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്. ദ സേജ് ആക്റ്റഡ് ആസ് ഇഫ് ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ദ സേജ് ആക്റ്റഡ്, ആ യോഗി അഭിനയിച്ചു. ആക്റ്റഡ് എന്നാൽ അഭിനയിച്ചു. ആസിഫ് എന്നാൽ എന്ന പോലെ എന്നാണ് അർത്ഥം. ആസിഫ് ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന പോലെ ആ യോഗി അഭിനയിച്ചു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ജ്വല്ലറി, ആഭരണം. വിച്ച് ജ്വല്ലറി, ഏത് ആഭരണം. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്, നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഐ ആം അനേബിൾ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അനേബിൾ എന്നാൽ കഴിവില്ലാത്ത എന്നാണ് അർത്ഥം. എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദ ലാൻഡ് ലോഡ് സെഡ്, ഭൂവുടമസ്ഥൻ പറഞ്ഞു.
ടെൽ us ദ ട്രൂത്ത്, ഞങ്ങളോട് സത്യം പറയുക. ഓർ എൽസ്, അല്ലാത്ത പക്ഷം. ഓർ എൽസ് എന്നാൽ അല്ലാത്ത പക്ഷം, ഞങ്ങളോട് സത്യം പറയുക. ഓർ എൽസ്, അല്ലാത്ത പക്ഷം. യു വുഡ് ബി ത്രാഷ്ഡ്, നീ മർദ്ദിക്കപ്പെടും. ഇൻ ടു എ സ്ക്വാഷി പൾപ്പ്, സ്ക്വാഷി എന്നാൽ പഴച്ചാറ് എന്നാണ് അർത്ഥം, കാമ്പ്. സ്ക്വാഷി എന്നാൽ കുഴമ്പ് പോലുള്ള അത്തരത്തിൽ കുഴമ്പ് പോലുള്ള കാമ്പ് പോലെ നിന്നെ പ്രഹരിച്ചിട്ട് ഞങ്ങൾ ആക്കി തീർക്കും. ഞങ്ങളോട് സത്യം പറയുക, അല്ലാത്ത പക്ഷം ഇങ്ങനെയാക്കി തീർക്കുമെന്ന് ആ ലാൻഡ് ലോർഡ്, ഉടമസ്ഥൻ യോഗിയോട് പറഞ്ഞു. എനേബിൾ ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ സാധിച്ചില്ല. ദ സേജ് ഗേവ് അപ്പ് ദ ജ്വല്ലറി ആൻഡ് ലെഫ്റ്റ് ദ ഏരിയ ആൻഡ് നെവർ റിട്ടേൺഡ്. ദ സേജ്, യോഗി, ഗെയ്വ് അപ്പ് എന്നാൽ ഇവിടെ കീഴടങ്ങി, ഉപേക്ഷിച്ചു ഇതൊക്കെയാണ് അർത്ഥം. ഗിവ് അപ്പ് എന്നാൽ ഉപേക്ഷിക്കുക, കീഴടങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. ദ സേജ് ഗേവ് അപ്പ് ദ ജ്വല്ലറി, അതായത് ആ ആഭരണം എടുത്തു എന്നുള്ളത് ആ യോഗി സമ്മതിച്ചു. ആൻഡ് ലെഫ്റ്റ്, എന്നിട്ട് വിട്ടുപോയി. ദ ഏരിയ, ആ പ്രദേശം വിട്ടുപോയി. ആൻഡ് നെവർ റിട്ടേൺഡ്, എന്നിട്ട് അതിനുശേഷം ഒരിക്കലും അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. ദ ലാൻഡ് ലോർഡ് ലേൺഡ് എ ടഫ് ലെസൺ ഓഫ് ലൈഫ് ദാറ്റ് നെവർ ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. ദ ലാൻഡ് ലോർഡ് ലേൺഡ്, ആ ഭൂവുടമസ്ഥൻ പഠിച്ചു. എ ടഫ് ലെസൺ, ടഫ് എന്നാൽ പ്രയാസകരമായ, ദുഷ്കരമായ, ഇതൊക്കെയാണ് അർത്ഥം. ജീവിതത്തിൽ ഒരു ദുഷ്കരമായ പാഠം അദ്ദേഹം പഠിച്ചു. ദാറ്റ് നെവർ ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി, ഒരാളെയും ഒരിക്കലും അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഈ പാഠം അദ്ദേഹം ഇതിൽ നിന്നും പഠിച്ചു. മോറൽ, ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. നെവർ ട്രസ്റ്റ് സമ്മൺ ബ്ലൈൻഡ്ലി, ഒരാളെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. അതാണ് ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. നെവർ ട്രസ്റ്റ് സമ്മൺ ബ്ലൈൻഡ്ലി, ഒരാളെ അന്ധമായിട്ട് വിശ്വസിക്കരുത്.